ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം 1989 കാലഘട്ടം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു കാലഘട്ടമാണത്. മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി വഹാബി പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച് യഥാർത്ഥ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്നാഗ്രഹിച്ച ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരാൽ രൂപീകൃതമായതാണ് സമസ്ത. ആ സമസ്തയുടെ ഭിന്നിപ്പാണ് 1989 കാലഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് വരെ കുരുവട്ടൂരികൾക്ക് മറുപടി പറഞ്ഞ അബ്ദുറഹ്മാൻ കല്ലായി വരെ നമുക്കെതിരെ, സുന്നികൾക്കെതിരെ ശക്തമായി സംസാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെ പൂജ്യം ഉലമ എന്നും, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ശൈത്താനുൽ ഉലമ എന്നൊക്കെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊറുത്തുകൊണ്ട് മറന്നുകൊണ്ട് ഇനിയും ആദർശപരമായി യാതൊരു വ്യത്യാസവുമില്ലാത്ത, സംഘടനാപരമായി അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസം മാത്രമുള്ളതിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്ന നാം ഇനി അങ്ങോട്ട് മുമ്പ് കഴിഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊന്നും പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഒരുമയോടെ, ഐക്യത്തോടെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ നമുക്ക് സഞ്ചരിക്കാം. ഒരുമിച്ച് നിൽക്കാവുന്നിടത്തൊക്കെ നമുക്കൊരുമിക്കാം. അതിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല വേദികളിലും സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളും കാന്തപുരം ഉസ്താദും സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും പേരൂർ ഉസ്താദും തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുമിച്ച് നിൽക്കുന്നത് അഭിമാനത്തോടെ, സന്തോഷത്തോടെ നാം നോക്കിക്കാണുകയാണ്. അതിനിയും ശക്തി പ്രാപിക്കും. അവർ ഐക്യപ്പെടും. ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്ലീസിന്റെ വക്താക്കളായ നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ അത് കാരണമാകുമെന്ന് ഭയപ്പെടുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാരായ കുരുവട്ടൂരികളും വഹാബികളും ഒത്തുചേർന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ പല മറുപടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമാണ്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഒരു വീട്ടിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞാൽ അവിടെ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കാറുണ്ട്. പലതും ആ സമയത്ത് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകാറുണ്ട്. അതിൽ അവസാനം പാശ്ചാത്തപിക്കാറുമുണ്ട്, പരസ്പരം പൊരുത്തപ്പെടിക്കാറുമുണ്ട്. എന്നാൽ സുന്നികൾ ഐക്യപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുഖ്യ കോളാമ്പി നൗഷാദ് ശൈത്വാനി അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് പ്രചരിപ്പിക്കുകയാണ്. നമുക്കാദ്യമൊന്ന് അത് കേട്ടു നോക്കാം. സുന്നി അല്ലാതായി പറയുന്നത് വളരെ ചിന്തിക്കണത് ശരിക്ക് കേട്ടോടെ. ആ വാക്കുകൾ അത് മനഃപ്പാടമാക്കേണ്ട വാക്കുകളാണ്. ഒന്നോട്ടെ. ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു രോമം പറയാൻ ഇവർക്ക് സാധിക്കില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടുമില്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറെ മൂന്നാലാൾ പുറത്തുപോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവൂല. ഞങ്ങളാണ് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അത് അംഗീകരിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായ പ്രഖ്യാപനാണ്. എന്താ ഇതിൽ പറഞ്ഞ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തുപോയവർ. കേട്ടല്ലോ സഹോദരങ്ങളെ, ശംസുൽ ഉലമ അന്ന് പറഞ്ഞതാണെങ്കിലും ഇന്നത് ചേരുന്നത് ശൈത്വാൻ തരീഖത്തുകാരായ കുരുവട്ടൂരികൾക്കാണെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഔലിയാക്കൾക്കാണ്
എല്ലാ അധികാരങ്ങളുമുള്ളത് അല്ലാഹു തആലാക്ക് യാതൊരു അധികാരവുമില്ല. ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ആ കഴിവിൽ അള്ളാഹ്ക്ക് യാതൊരു അധികാരവുമില്ലെന്ന വഹാബി വാദമുന്നയിച്ചവൻ സുന്നി സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിനെതിരെയാണ് ശംസുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്. അഥവാ കുരുവട്ടൂരികളെ സംബന്ധിച്ച് നമുക്ക് അന്ന് തന്നെ മുന്നറിയിപ്പ് ശംസുൽ ഉലമ തന്നിട്ടുണ്ടെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത്. അത് നൗഷാദ് തന്നെ പറയുന്നത് നമുക്ക് കാണാം. ഒരുത്തന്നോട് ചോദിക്കുക എന്തിനാ ഈ കെ പറഞ്ഞത്? ഈ കെ ഉസ്താദ് എന്തിനാ പറഞ്ഞത്? നമ്മളോട് ചോദിച്ചത് കാര്യമുണ്ടോ? നിങ്ങളെ പണിയോട് പറഞ്ഞതാ. നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങൾ സുന്നി റൂട്ടിലല്ല ഉള്ളത്. വരാൻ പോകുന്ന കാര്യം അറിയുന്ന ആളുമാണ് മൂപ്പര്. അത് പറഞ്ഞിട്ട് പറയാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, ശംസുൽ ഉലമ വരാനിരിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്നയാളാണെന്ന്. വഹാബികൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാണെങ്കിലും നൗഷാദിനോട് അറിയാതെ പറഞ്ഞുപോയി. അപ്പോൾ ഈ കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തുകാർ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ശംസുൽ ഉലമയുടെ ഈ പ്രഭാഷണമെന്ന് നാം സംശയിച്ചു പോവുകയാണ്. ഇത് നമ്മുടെ പേരിൽ ചാർത്തിയിട്ട് ഇബ്ലീസ് ത്വരീഖത്തുകാരനായ മുഖ്യ കോളാമ്പി പറയുന്നത് ശംസുൽ ഉലമയുടെ അന്ത്യം വരെ ശംസുൽ ഉലമ സുന്നികളോട് ഈ നിലപാട് സ്വീകരിച്ചയാളായിരുന്നു എന്നാണ്. അത് തികച്ചും പച്ച നുണയാണ്. യഥാർത്ഥത്തിൽ സംഘടനാപരമായ ഭിന്നിപ്പുണ്ടായപ്പോൾ ആദ്യഘട്ടങ്ങളിൽ എന്തോ പ്രേരണ കൊണ്ടോ മറ്റോ ശംസുൽ ഉലമയുടെ നാവുകളിൽ നിന്ന് വന്നുപോയ വാക്കുകൾ മാത്രമാണ്. അത് യഥാർത്ഥത്തിൽ ചേരുന്നത് ഇന്നത്തെ കുരുവട്ടൂരികൾക്കും വഹാബികൾക്കും ഇബ്ലീസ് ത്വരീഖത്തുകാരനായ കോമാടനുമൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ശംസുൽ ഉലമ കാന്തപുരം ഉസ്താദിനോടും കാന്തപുരം ഉസ്താദ് നയിക്കുന്ന സമസ്തയോടും മരിക്കുന്നതുവരെ ഇതേ നിലപാടാണ് സ്വീകരിച്ചതെന്ന പച്ചക്കളവ് നൗഷാദ് ശൈത്വാനി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇബ്ലീസ് ത്വരീഖത്തുകാരനാകുമ്പോൾ ആ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്ന കളവുകൾ മാത്രമാണ് ഇവന് പറയാനുണ്ടാവുകയുള്ളൂ. കാരണം ഇബ്ലീസിന്റെ മൈക്കയാണ് ഇവനെന്ന് മുമ്പ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇബ്ലീസിന്റെ പണി കുത്തിത്തിരിപ്പുണ്ടാക്കുക, മുഅ്മിനീങ്ങൾ തമ്മിൽ ഐക്യപ്പെടുന്നത് ഇല്ലായ്മ ചെയ്യുക, ഇബ്ലീസിന്റെ മുഖ്യ നയപരിപാടികൾ നടപ്പിലാക്കുകയാണ് നൗഷാദ് ശൈത്വാനി യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശംസുൽ ഉലമയുടെ പേരിൽ ഈ കളവ് പറയാൻ അവന് തോന്നിയിട്ടുള്ളതും. ആ കളവ് പറഞ്ഞതിന് ശേഷം ശംസുൽ ഉലമയെ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നൗഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശംസുൽ ഉലമയുടെ ആളുകളാണ് ഞങ്ങളെന്ന് പറയാൻ യാതൊരു ഉളുപ്പും മാനവുമില്ലാത്ത ഒരുത്തനായി അധപ്പതിച്ചു പോയിരിക്കുന്നു നൗഷാദ് ശൈത്വാനി. ശംസുൽ ഉലമയും ഇവനെപ്പോലെ കളവ് പറയുന്നവനാണ്, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അതിലൂടെ ശംസുൽ ഉലമയെ അപമാനിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുഖ്യ കോളാമ്പിയായ നൗഷാദ് ശൈത്വാനിയുടെ കളവിനും കുത്തിത്തിരിപ്പിനും അബ്ദുറഹ്മാൻ കല്ലായി കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. അവിടെ തന്നെ പഠിപ്പിച്ചു. അതാണ് ശൈഖുൽ വാദങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആലിമീങ്ങൾ തെരഞ്ഞെടുത്ത രണ്ട് മഹാരഥന്മാരാണ് ബാഫക്കിത്തങ്ങളും പോയച്ചത്. അപ്പോ കുറെ കാലം കഴിഞ്ഞ് നമ്മളെ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു. അവസാനം 89 എപ്പോഴാ നമ്മൾ അബ്ദുറഹ്മാൻ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച 89. ആ 89 നമ്മളെ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത്. അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരുന്നു. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം.
അത്രമാത്രം കഴിവും ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ഷെയ്ഖുന ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ശംസുല്ലമ ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ? ഷെയ്ഖുന വഫാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട്, കാന്തപുരം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ, അയാൾ സ്വയം ജീവചരിത്രം എഴുതിയിട്ടില്ല ആ പുസ്തകത്തിൽ. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. അപ്പൊ ഞാൻ പറയുന്നത്, അവരെ പുറത്താക്കി അവർ നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തി. SYSന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത്. നാട്ടിക മുസംസാർ മറ്റൊരു സമ്മേളനം തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു. തൃശ്ശൂരല്ലേ പ്രഖ്യാപിച്ചത്? തൃശ്ശൂർ. ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായി, ഇവരൊന്നും ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല. നാട്ടിക അവിടെയും പ്രഖ്യാപിച്ചു. സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി 2 സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു, ഭിന്നിപ്പ് ഒഴിവാക്കാൻ. നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു. പക്ഷേ ബഹുമാന്യ കാന്തപുരം മാറ്റിവെച്ചില്ല. എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു തകൃതിയായി ഒരിക്കൽ നടക്കുക. ഇവിടുന്നൊക്കെ എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത് നമ്മുടെ ഉമറാക്കൾ എറണാകുളത്തേക്ക്? ഒരുപാട് വാഹനങ്ങൾ. കണ്ണൂർ ജില്ലയിൽ നിന്ന്, അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല, അന്ന് കണ്ണൂർ ജില്ലയിൽ പെട്ടതാ കാസർഗോഡ്. എന്തുണ്ടാ 84 ഉണ്ടല്ലേ? അപ്പൊ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് മലപ്പുറത്തോട്ട്. ഞങ്ങൾ ഭയപ്പെട്ടു പോയി, ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു. ഞാൻ അപ്പുറത്ത് കാന്തപുരമുള്ളത്, ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയാലുള്ള കോല, ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണുന്നില്ലല്ലോ. ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്തായിരുന്നു? ഞാനും ലീഗ് തലേക്കേര് കുറച്ചാളുടെ എന്റെ മാതിരി ലീഗ് തടിമക്കൂടിയ, എല്ലാവരും ലീഗ് കൂടെ, ഞാൻ ചില ലീഗ് തടിമക്കൂടി ചില കൂട്ടുണ്ടാവും, ഇങ്ങോട്ട് കൂടിയ. ഞാനും മുഹമ്മദ് ഫൈസി മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നാട്ടിക. ഞങ്ങൾ പാർട്ടിയുടെ സമ്മതത്തോടെ മുഹമ്മദ് ഫൈസിയുടെ തിരൂർക്കാട്ട് വീട്ടിലിരുന്നു സമസ്തയെ യോജിപ്പിക്കണമെന്ന് ആലോചിച്ചു. ഒരാളിപ്പോ ജീവിച്ചിരിപ്പുണ്ട് ആ മീറ്റിംഗ് പങ്കെടുത്തത്, പയ്യന്നൂരിലെ പെരുമ്പയിൽ SK അംസാജ്. പിന്നെ വേറെ ആരും കൂടി ഉണ്ട്, അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരാൾ കൂടിയുണ്ട്, ചിലപ്പോൾ സാഹസിലുണ്ടോന്ന് അറിയില്ല. എന്നോട് ഈയിടെ പെട്ടെന്ന് കണ്ടു പറഞ്ഞു, അന്ന് ഞാനും ഉണ്ടായിരുന്നു അംസാജിക്കാന്റെ കൂടെ. അപ്പൊ ഞങ്ങൾ ഷെയ്ഖുന ശംസുല്ലമയെ കാണാൻ എന്നെ ചുമതലപ്പെടുത്തി, പാണക്കാട്ട് തങ്ങളെ കാണാൻ മുഹമ്മദ് ഫൈസിയെ ചുമതലപ്പെടുത്തി, മാനുസ്താദിനെ കാണാൻ നാട്ടികരെയും ചുമതലപ്പെടുത്തി. ഞങ്ങളെങ്ങനെ പിരിഞ്ഞു. ഷെയ്ഖുനയെ ഞാൻ കണ്ടു, യോജിപ്പിനെ പറ്റി സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം കേട്ടതിന് ശേഷം, ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എനിക്കിതിനൊക്കെ വയ്യ, ക്ഷീണിതനാണ്, നീ പാണക്കാട്ടേക്ക് പോയിക്കോളൂ. അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട, അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും. ആ പറഞ്ഞൊരു വാക്കിന് അടിവരയാണ്. എത്ര വർഷം മുമ്പായി പറയുന്നത്? 10-35 വർഷം മുമ്പ്. പാണക്കാട്ട് സാദാത്തുകളെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട, അവർ തീരുമാനിക്കട്ടെ. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇത് അബ്ദുറഹ്മാൻ കല്ലായി 2-3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഞങ്ങൾ ശംസുലുലമയുടെ ആളുകളാണെന്ന് പറഞ്ഞ് ബാനർ എഴുതി ശംസുലുലമയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അബ്ദുറഹ്മാൻ കല്ലായി ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്.
പിന്നീട് ശംസുൽ ഉലമയുടെ ആളുകളാണ് ഞങ്ങളെന്ന് ഇബ്ലീസ് ത്വരീഖത്തുകാർ അവരുടെ ബാനറിൽ എഴുതി വെച്ചതായി നാം കണ്ടിട്ടില്ല. ഈ പ്രഭാഷണം ഒന്ന് കെട്ടടങ്ങി എന്ന് തോന്നിയപ്പോൾ വീണ്ടും തലപൊക്കുകയാണ്. ഞങ്ങൾ ശംസുൽ ഉലമയുടെ ആളുകളാണെന്ന് പറയാൻ, ശംസുൽ ഉലമയെ അപമാനിക്കാൻ, ശംസുൽ ഉലമ പറയാത്തതും ചെയ്യാത്തതും ചെയ്തു എന്ന് പറയാൻ. അപ്പോൾ അബ്ദുറഹ്മാൻ കല്ലായിയുടെ ഈ മറുപടിയാണ് ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് കൊടുക്കാനുള്ളത്. ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ഇബ്ലീസിന് ഹിദായത്ത് കിട്ടുമെന്ന വാദവുമായി വന്നവരാണ് ഇപ്പോൾ. ഇബ്ലീസിനുമില്ല അവർക്കുമില്ലാത്ത കോലത്തിലാണ് ഇബ്ലീസിന് ഹിദായത്ത് കിട്ടുമെന്ന് വ്യാജ പ്രചരണം നടത്തിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ ബഹുമാന്യനായ ഹാരിസ് മദനി ചോദിച്ചിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല. അതിന് സമയമില്ല എന്നാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. ഇനിയെങ്കിലും അവർക്ക് അള്ളാഹു വെളിവും വെള്ളിയാഴ്ചയും നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോവാണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. വളരെ പ്രയാസമാണ്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ കഴിയുന്നതോടുകൂടി തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.